അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ലക്ഷത്തിൽ വരെ അംബിയാ മുർസലീങ്ങൾ ഇവിടെ വന്നത് അത് പഠിപ്പിക്കാനാണ്. ഖുർആനിന്റെ മുമ്പ് ഇറക്കപ്പെട്ട കിതാബുകൾ തൗറാത്താണെങ്കിലും ഇഞ്ചീലാണെങ്കിലും സബൂറാണെങ്കിലും, അതുപോലെ സുഹൂഫ് ഇബ്രാഹിം മൂസ നബിക്കും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഏടുകൾ, കിതാബുകളല്ലാത്ത ഏടുകൾ, അതൊക്കെയും ഇവിടെ പഠിപ്പിച്ചത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ്. അപ്പൊ നാം നിസ്കരിക്കാറുണ്ട്, നാം നോമ്പ് നോക്കാറുണ്ട്, അതുപോലെ ഹജ്ജ് കർമ്മം ചെയ്യുന്നു. ഇതിനൊക്കെയും ഷർത്തുണ്ട്, ഫർളുണ്ട്. നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. അതുപോലെ നോമ്പിന് ഷർത്തുണ്ട്, ഫർളുണ്ട്. ഹജ്ജിന് ഷർത്തുണ്ട്, ഫർളുണ്ട്. അതുപോലെ ഷഹാദത്തു കലിമക്കും ഒരുപാട് നിബന്ധനകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം ചൊല്ലുന്ന, വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനും മറ്റുള്ളതിനുള്ളതുപോലെ ഒരുപാട് ഷർത്തുകളുണ്ട്, നിബന്ധനകൾ. അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞ് അത് ആ രൂപത്തിൽ നമ്മുടെ കൽബിൽ നിന്ന് ചെല്ലുമ്പോഴാണ് അതിന് ഒരുപാട് മഹത്വങ്ങൾ. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള പവർ. ആ പവർ നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ശബ്ദം പവറൊക്കെയും ഒത്ത രൂപത്തിലായിരിക്കണം. അപ്പൊ നിസ്കരിക്കുന്നുണ്ട്, തോന്നിയതുപോലെയുള്ള നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് നേട്ടമുണ്ടോ? തോന്നിയതുപോലെയുള്ള നോമ്പാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് നമുക്കൊരു ഫലം ഉണ്ടാവില്ല. അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ എന്റെ നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതുപോലെ പറഞ്ഞാലും ഒരു കേടായ ലോറി അല്ലെങ്കിൽ ഒരു കേടായ കാറ്, ഒരു റിക്ഷ, അതിനെ നല്ല മറ്റുള്ള ഒരു കേടില്ലാത്ത ഒരു ലോറിയുടെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉപ്പാപ്പ ലായിന്ന് പറഞ്ഞു, നമ്മുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതുപോലെ ഞമ്മ ഇങ്ങനെ ചെല്ലിട്ട് പോകുന്നത്രേ ഉള്ളൂ. നമ്മുടെ ഉപ്പാപ്പാന്റെ ലായില്ല, നമ്മുടെ ഉപ്പന്റെ ലായില്ല അല്ലായത് കൊണ്ട് ഞമ്മ ഇങ്ങനെ ചെല്ലിയിട്ട് പോകും. ഇങ്ങനെ ട്രക്കിലൂടെ കേടായ ലോറി, ഇപ്പൊ ഡ്രൈവറിന്റെ ആവശ്യമൊന്നുമില്ല, കയറി കെട്ടിയിട്ട് കൊണ്ടുപോകുമ്പോ അതിന് ഡ്രൈവറിന്റെ ആവശ്യമില്ല, വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ മുമ്പത്തെ നല്ല ശരിയുള്ള ലോറിന്റെ ഡ്രൈവർ കത്തുണ്ടായാൽ മതി. അപ്പൊ ആ ഡ്രൈവർ കത്തുണ്ടായി അല്ലെ നമ്മുടെ ഉപ്പാപ്പ, നമ്മുടെ ഉപ്പ. അപ്പൊ അതിങ്ങനെ തൂങ്ങി പോവാം. ഇടയിൽ കയർ കട്ടായി പോയാലോ നമ്മുടെ ബാക്കി. അതാണ് ഞമ്മലായാലോ. അതുകൊണ്ടല്ലേ ഇത് ഞങ്ങൾ എത്ര ആത്മഹത്യയുടെ വിവരങ്ങളാണ് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നൊരു കാലം ഉണ്ടായിരുന്നു, മറ്റുള്ള മതക്കാര് അത്ഭുതപ്പെട്ട ഒരു കാലം. ആത്മഹത്യകൾ മുഴുവനും മറ്റുള്ള മതക്കാരന്റെ മുസ്ലിമീങ്ങൾ ആരും ചെയ്യുന്നില്ലല്ലോ. എന്ത് ടെൻഷൻ വന്നാലും എന്ത് ബേജാറ് വന്നാലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമുദായം ആയിരുന്നില്ല നമ്മുടെ മുസ്ലിം സമുദായം. ഇന്ന് ആത്മഹത്യകൾ മുഴുവനും നമ്മുടെ സമുദായം. അത് ഇങ്ങനെ അതല്ല പച്ചയായ ചെറുപ്പക്കാർ, സഹോദരിമാർ, മക്കളടക്കം, ചെറിയ മക്കളടക്കം ഇന്ന് കയറിൽ തൂങ്ങിയിട്ട് മരിക്കാം. എന്താ കാരണം? നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനത്തതാണ്. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഒരു ഉറപ്പില്ല. നമ്മുടെ ഉപ്പ പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിങ്ങനെ പോവാണ്. നമ്മുടെ ഉപ്പാപ്പ അതിന്റെ ആളായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് പോകുന്നു എന്നല്ലാതെ അതിന്റെ ശബ്ദമോ അതിന്റെ നിബന്ധനകളോ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ കൂടുതലായി ചെറിയൊരു ബേജാറ് പറയുമ്പോ അള്ളാഹുവിനെ കേൾപ്പിച്ച് ഞാൻ എന്റെ കൽബിൽ കൊണ്ട് നടക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന, വിശ്വസിക്കുന്ന ഞാൻ ഒരിക്കലും ചെയ്യേണ്ട ഒരു പ്രവർത്തനമല്ല ഈ ഒരു ആത്മഹത്യ. അത് നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. അതുകൊണ്ട് ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. ചെറിയൊരു ബേജാറ് വരുമ്പോ തൂങ്ങിയിട്ടായി, ചെറിയൊരു പ്രശ്നം വരുമ്പോ അത് ഉൾക്കൊള്ളാനും അത് സഹിക്കാനുമുള്ള ഒരു കഴിവും ഈമാനും നമ്മുടെ ഉള്ളിൽ വരുന്നില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് നടക്കുമ്പോഴാണ് ഇന്നലെയും മുന്നാതെയും പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമുക്ക് പല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാം. അതിൽ ആദ്യത്തെ നിബന്ധന എന്താ? ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദ്യത്തെ നിബന്ധന ഇൽമാണ്, അറിവാണ്. അതാണ് എന്താ പറയുന്നത്? ഖുർആൻ ആയത്ത് ഞാൻ പറഞ്ഞില്ലേ, മുഹമ്മദ് എന്ന സൂറത്തിന്റെ 19-ാമത്തെ ആയത്താണ്. ഒന്നാമത്തെ നിബന്ധന ഇൽമാണ്, അറിവാണ്. ഇൽമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. ഇത്ര ആളുകൾ വരും. മഴമണ്ടത്തെ യേശുദാസ് അല്ല പാട്ടിൽ അങ്ങനെ ഉണ്ടായിപ്പോ ഉണ്ടല്ലേ. അങ്ങനെ ഖുർആനോ നമ്മളെക്കാളും നല്ല ശൈലി, നമ്മളെക്കാളും കേൾക്കാൻ എന്തൊരു പാങ്ങാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ശൈലി, എന്തൊക്കെ രൂപത്തിൽ എഴുതുന്നുണ്ട്. ചെറിയ മതിയോ? വെറും ചെറിയ മതിയോ? ചെറിയാൽ മുഅ്മിനാവോ? ചെറിയാൽ ഖുർആൻ ഓതിയാൽ വെറും ഓതിയാൽ മുസ്ലിമാവോ? അല്ല. അതിന്റെ അറിവ്, അതിന്റെ ഇൽമ് ഉള്ളിൽ ഉണ്ടാകണം.
ഉണ്ടായിട്ടിരിക്കുമ്പോഴാണ് അതിന് വലിയ മഹത്വം ഉണ്ടാവുക. ഇൽമ് ഏറ്റവും വലുതാണ്. മഹാനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് ഉതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. ആദ്യ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവസാനം കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവർക്കുണ്ടായ ഇൽമുകൾ മുഴുവനും എനിക്കത് തന്നിട്ടുള്ളതാണ്. അതുപോലെയുള്ള ഇൽമിന്റെ ഒരാള് വേറെ ദുനിയാവിൽ എനിക്ക് കണ്ടെടുക്കാനില്ല. അത്രയും വലിയ ഇൽമിന്റെ ഉടമയാണ്. എന്നിട്ട് പോലും ആ ഹബീബായ തങ്ങളോട് അല്ലാഹ് പറഞ്ഞെന്താ, നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്താ? പടച്ചോനെ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചതാ. എല്ലാരും ഇൽമ റസൂലുള്ളാഹിക്കുണ്ട്. എന്നാലും പോലും അള്ളാഹുവിന്റെ നിർദ്ദേശം തനിയെ നിങ്ങൾ അള്ളാഹുവിനോട് എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടത് ഇൽമ കൂട്ടി തരാനാണ്. ഇൽമ കൂട്ടി തരാനാണ്. ഇൽമ വേണം. അപ്പൊ എങ്ങനെയാ ഇൽമ ഉണ്ടാവരുത്? ഇൽമ ഉണ്ടാവരുത്. ഒരാൾ വിചാരിച്ചത് മനുഷ്യർക്ക് അല്ല ഒരു പഞ്ചേന്ദ്രിയം ചെല്ലുമെന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെ, പഞ്ചേന്ദ്രിയം കണ്ണുകൊണ്ടിട്ടുള്ള അറിവും, ചെവി കൊണ്ട് കേട്ടിട്ട് അറിവ്, മൂക്കിന് മണത്തിന്റെ അറിവ്, നാവിന് രുചിച്ചിട്ടുള്ള അറിവ്, കൈ കൊണ്ട് തൊട്ടിട്ടുള്ള അറിവ്. ഇതാണ് പഞ്ചേന്ദ്രിയം. നാല് നമ്മളെ മുഖത്തിനെങ്ങനെ കണ്ണും ചെവിയും മൂക്കും നാവും. ഇതിനൊന്നും കയ്യാണ്. ഞാൻ ഒരാൾ വിചാരിച്ചത് ഇതന്നെ ഇത് കൊണ്ടുള്ള അറിവ് മാത്രമാണ്. കണ്ടെങ്കിലേ മാത്രം അറിയൂ, കേട്ടാൽ മാത്രം അറിയൂ, പിന്നെ മണത്താൽ മാത്രം അറിയൂ, രുചിച്ചാൽ മാത്രം അറിയൂ, അതുപോലെ തൊട്ടാൽ മാത്രം അറിയൂ. ഇത് മാത്രമല്ല ഇരുന്നു. ഇത് മാത്രം ഇരുമാണെങ്കിൽ ഇപ്പൊ അഡ്വക്കേറ്റ് ആയ ഒരാൾക്ക് ഇത് മാത്രം വെച്ചിട്ട് ഏതെങ്കിലും ഒരു കേസിന്റെ വിധി കൊടുക്കാൻ പറ്റുമോ? ഒരു കൊല കേസാണ്, ഒരു കൊല ചെയ്ത ആൾക്ക് ഇയാൾ കൊലയാളിയാണെന്ന് വിധി എഴുതാൻ പറ്റുമോ? അങ്ങനെ പറ്റാം. നമ്മൾ കണ്ണോട് കാണണ്ടേ, ചെവി കൊണ്ട് കേൾക്കണ്ടേ? ഒന്നുമില്ലാതെ എങ്ങനെയാ ഇത് പറ്റുന്നത്? എങ്ങനെയാണ്? അപ്പൊ ഇത് മാത്രമല്ല ഇരുമ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നെഹ്റുജി അല്ല ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ, നേരിട്ട് കണ്ട ആളുകൾ ഈ സമസ്യ ഉണ്ടാവില്ല. നേരിട്ട് കണ്ട ആളുകൾ ഉണ്ടാവില്ല. അയാളുടെ ശബ്ദം കേട്ടില്ല. ആരെങ്കിലും വായിച്ചു കേട്ടവരുണ്ടോ? വായിച്ചു കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലോ ആളുകൾ അയാൾ വിളിക്കുന്ന മോൻ മരപ്പൊട്ടൻ എന്ന് പറഞ്ഞു. ഓ പൊട്ടനല്ല, മരപ്പൊട്ടൻ. എന്തേ? നമ്മുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റുജി. എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഏത് അറിവാണ്? കണ്ണുകൊണ്ട് അറിഞ്ഞതാണോ? ചെവി കൊണ്ട് കേട്ടതാണോ? ഈ പഞ്ചേന്ദ്രിയം കൊണ്ടാണോ? അല്ല. പിന്നെ ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിവിടെ പറഞ്ഞു. അത് ചരിത്രമാണ്, അത് തെളിഞ്ഞ ചരിത്രമാണ്. അപ്പൊ അതാണ് പറയുന്നത്, ഒരുപാട് സത്യസന്ധരായ ആളുകൾ പറയുന്നത് കേൾക്കൽ അതൊരു ഇൽമാണ്. അതൊരു ഇൽമാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ആര് നമുക്ക് ഇവിടെ ഏൽപ്പിച്ചു തന്നു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത് എപ്പോഴാണ്? അവിടുത്തെ ജീവിതത്തിന്റെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നുബുവത്തിന്റെ ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 40 കൊല്ലം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബായ തങ്ങളുടെ സമുദായത്തിന് പഠിപ്പിച്ചില്ല. പിന്നെ അവിടെ എന്താ ചെയ്തത്? അന്ന് ചെയ്തേണ്ട സമുദായത്തിന് ഹബീബായ തങ്ങളെ പഠിപ്പിച്ചതാണ് 40 കൊല്ലം. ഇതിക്കണം 40 കൊല്ലം എന്താക്കിയതാണ്? റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചതല്ല. പിന്നെ 40 കൊല്ലം അല്ലാഹു തആല സമുദായത്തിന് നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്റെ ജീവിതത്തിൽ കുറ്റമെന്ന് പറയാൻ, അരുതാത്തത് ചെയ്തു എന്ന് പറയാൻ ഹബീബായ തങ്ങളെ കുറിച്ച് ഒന്നും ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. ശത്രുക്കൾ പോലും പറഞ്ഞെന്താ? അല്ലമീൻ, സത്യസന്ധൻ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കാം. ആള് പെർഫെക്റ്റാണ്, ക്യാരറ്റ് നോണാണ്, ഒരു തെറ്റിദ്ധാരണക്കും വഴിയില്ലാത്ത ഒരാളാണ് ഇയാളെന്ന് പറഞ്ഞ് എല്ലാവരും 40 കൊല്ലം വരെ അയാൾ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആളുകൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 40 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഹബീബായ തങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അല്ലെ, എന്തൊരു പെർഫെക്റ്റാണ്. എന്നാൽ അതുവരെ ആളുകൾക്ക് മുഴുവനും ഹബീബായ തങ്ങളോട് വലിയ ഒരു കൽബിൽ കൊണ്ടുവരുന്ന ശത്രുക്കൾ പോലും. പിന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആളുകൾ മനസ്സിലാക്കി ഈ ഹബീബ് പറയുന്നത് ഒരിക്കലും കള്ളമല്ല. കാരണം നമ്മുടെ നാട്ടിൽ വന്നും ഇന്നും എത്രയോ വലിയ ആളുകളുണ്ട്. ഒരു പേര് പറയുമ്പോ അതിന്റെ തുടക്കത്തിൽ ശ്രീ 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 എന്ന് പറഞ്ഞിട്ട്, അതെ, എത്ര ആളുകളുണ്ട്.
വലിയ വലിയ സ്വാധീനമാണ്, വലിയ വലിയ കാര്യപ്പെട്ട ആളുകൾ അത് ഒരു പേര് പറയാൻ 10 പ്രാവശ്യം ആദ്യം ശ്രീ ശ്രീ എന്ന് പറയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു 40 കൊല്ലം തെറ്റ് ചെയ്യാത്ത ഒരു ജീവിതം, ഒരാളെ വേദനിപ്പിക്കാത്ത ഒരു ജീവിതം, ഒരാളെ സങ്കടപ്പെടുത്താത്ത ഒരു ജീവിതം ആർക്കെങ്കിലും ചരിത്രത്തിൽ പറയാനുണ്ടോ? ഇല്ല, ഉണ്ടാവൂല. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം കൊടുത്ത ഏറ്റവും വലിയൊരു ഫളലാണ്. ജീവിതത്തിൽ പ്രസവം മുതൽ മരണം വരെ ഒരു തെറ്റ് പോലും ഹബീബായ തങ്ങൾ ചെയ്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പറഞ്ഞത് ഇൽമ്. ആ ഇൽമ് വെറും ഈ കേട്ടതുകൊണ്ടോ മാത്രമുണ്ടാകുന്ന ഇൽമല്ല. സത്യസന്ധരായ ആളുകൾ അത് നമുക്ക് അറിയിച്ചു തന്നാൽ, അത് പഠിപ്പിച്ചു തന്നാൽ, ആ പഠിപ്പിച്ചു തരും അത് ഏറ്റവും വലിയൊരു ഇൽമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദ്യത്തെ നിബന്ധന ഇൽമാണ്. ഇൽമുണ്ടാകുക. അത് വെറും നാവ് കൊണ്ട് ഇങ്ങനെ ശരിയാ പോരാ, നാവ് കൊണ്ട് നമ്മൾ ഉച്ചരിച്ചാൽ പോരാ. അത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് 2-3 നിബന്ധനകളാണ് മഹാന്മാരെ പഠിപ്പിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് അത് പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ ചെയ്യുമ്പോ പിന്നെ മനുഷ്യനിക്ക് ഒരു ചെറിയ വേദന വരുമ്പോ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാവൂല. നമ്മുടെ കർണാടകയുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഈ ഒരു 3 ആഴ്ചയുടെ ഉള്ളിലായി തന്നെ ഏകദേശം ഒരു 8 ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്തത്. എന്റെ നാടിന്റെ അടുത്ത് തന്നെ ഒരു 4 ആളുകൾ അടുത്തടുത്തായിട്ട് ചെറുപ്പക്കാരാണ്, ചെറിയ ചെറുപ്പക്കാർ, 28 വയസ്സ് 30 വയസ്സ്. ഇന്നലെ ഒരു ചെറുപ്പക്കാർ റിക്ഷ ഡ്രൈവറിന്റെ മരണവാർത്ത കേട്ടു. പുത്തൂർ ഭാഗത്ത് റിക്ഷയിൽ അധ്വാനിക്കുന്നത് നല്ല സുന്ദരനായ ചെറുപ്പൻ കുളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അതൊരു മുസീബത്താണ്, എന്തൊരു മുസീബത്താണ് അല്ലെ. എല്ലാം നമ്മുടെ ഞാൻ അടുത്ത നാട്ടിൽ ചെറിയൊരു യുവതി ആത്മഹത്യ ചെയ്തിരുന്നു സീതാങ്കോടി. എത്ര ആത്മഹത്യകളാണ്, എന്തേലും കാരണം ഇതാണ് ഇന്നില്ലാത്ത ലായിലായുള്ളവയാണ്, കൽവിൽ ഉൾക്കൊള്ളാത്ത ലായിലായുള്ളവയാണ്. എന്ത് ടെൻഷനാണ് മെച്ചം വ്യാപിക്കുന്ന ഇതോടുകൂടി തീരുന്നതാണ്, ഇതോടുകൂടി തുടങ്ങുന്നത്, മരണത്തോടുകൂടി തുടങ്ങുന്നല്ലോ. നമ്മുടെ പണ്ടെന്ന് മദ്രസയിൽ പഠിച്ചെന്താ, അള്ളാഹുവിന്റെ ലോകത്തിലെത്തിയാൽ ഈ ആത്മഹത്യ ചെയ്ത ആൾക്ക് അള്ള കൊടുക്കുന്ന ശിക്ഷ എന്താ? മരണസമയത്ത് എത്ര വേദനയാണോ അതേ വേദനയാണ് ആശുപത്രിയിൽ പിന്നെ ഖിയാമത്തിൽ നാളിൽ നിരന്തരമായി ആ മനുഷ്യൻ അത് കൊടുക്കുന്നതെന്നാണ്. പേടിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തടയേണ്ടവനല്ല, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തകരേണ്ടവനല്ല. ചെറിയൊരു വേദന വരുമ്പോ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടവനല്ല മനുഷ്യൻ. എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യേണ്ടവനാണ്. ആ തവക്കുൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ആയിരിക്കണം. അള്ളാഹു നമുക്ക് ഇൽമ നൽകുമാറാകണം. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കാൻ വേണ്ട എല്ലാ രൂപത്തിലുള്ള ആയുധങ്ങളും എല്ലാ രൂപത്തിലുള്ള സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവെ ധാരാളമായി നീ നൽകണേ. അള്ളാഹു നീ നൽകണേ. അവർക്ക് പ്രചോദനെ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും തൊള്ള കൊണ്ട് പറയപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയായി മാറ്റാൻ നമ്മുടെ ഉള്ളിൽ വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയാക്കി തരണേ. അള്ളാഹു പ്രചോദനെ നമ്മുടെ ജീവിതവും നമ്മുടെ മരണത്തിന്റെ ശേഷമുള്ള ജീവിതവും എല്ലാം കൈപിടിക്കേണ്ടത് നീയാണ്. പ്രചോദനെ സഹായിക്കേണ്ടത് നീയാണല്ലോ. നമുക്ക് വേണ്ടത് തരേണ്ടവരും വേണ്ടാത്തത് തരാതിരിക്കേണ്ടവരും നീയാണ്. പ്രചോദനെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന, നമ്മുടെ ഈമാനിന്റെ വളർച്ചയുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നീ അടുപ്പിച്ചു തരണേ. അള്ളാഹ് ഹമ്മുകൾ ടെൻഷനുകൾ ബേജാറുകൾ കടങ്ങൾ രോഗങ്ങൾ വെപ്രാളങ്ങൾ ആവലാദികൾ വേവലാദികൾ അത് മുഴുവനും റബ്ബിനെ അകറ്റുന്ന അല്ലാഹ് നമ്മിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിൽ നിന്നും നീ അകറ്റണേ. അല്ലാഹ് നീ ദൂരത്താക്കണേ. റഹ്മാനെ പടച്ചവനെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോ തളരുന്ന ഒരു കൽബ് നീ തരണ്ടേ. അല്ലാഹ് പടച്ചവനെ എന്തൊക്കെ ചിന്തകൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെയോ നമ്മുടെ മക്കളെ ഭാര്യമാർ കുടുംബങ്ങൾ സ്നേഹിതന്മാർ നാട്ടുകാർ സഹായിച്ചവർ വസീയത്ത് ചെയ്തവർ ആരെയും ആ രൂപത്തിലുള്ള ചിന്തയിലേക്ക് നീ അടുപ്പിക്കല്ലേ. റഹ്മാനെ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ നാട്ടുകാരിൽ പലരും പല രൂപത്തിലുള്ള ജോലി ചെയ്യുന്നവരാ, കച്ചവടം ചെയ്യുന്നവരാ. അള്ളാഹ് കടലിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്, കരയിൽ അധ്വാനിക്കുന്നവരുണ്ട്, ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നവരുണ്ട്. ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ബർക്കത്തുകളും ഹൈറുകളും സന്തോഷങ്ങളും നീ ചൊരിച്ചു കൊടുക്കണേ. നമുക്ക് അള്ളാഹുവെ മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങളുടെ പള്ളിക്കാട്ടില ഈ പള്ളിയുടെ നമ്മുടെ ജമാഅത്ത് പള്ളിയുടെ നമ്മുടെ കരയിലുള്ള പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിലും അതുപോലെ പല നാടുകളുടെ പള്ളികളുടെ ഖബർസ്ഥാനുകളിലും നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരുമായ പലരും ഇന്ന് ഖബറിലാണ്.
അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه